ഇന്ന് നമുക്ക് ചോറിന് പറ്റിയ ഒരു ഒഴിച്ചുകറി ആയാലോ? അതെ, ഇത് മോരുകറിയുടെ ആ ഒരു രീതി തന്നെയാണ്. നമ്മളിതിൽ മത്തങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മത്തങ്ങ വെച്ചിട്ട് നമ്മൾ എരിശ്ശേരി, പച്ചടി, അങ്ങനെ പല രീതിയിലുള്ള കറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കുറച്ച് ലൂസായിട്ടുള്ള ഒരു കറിയാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇനിയും വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെറിയൊരു പീസ് മത്തങ്ങ എടുക്കുക. മത്തങ്ങ എടുത്തതിന് ശേഷം നമ്മളത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ തവിയൊക്കെ വെച്ചിട്ട് ഉടച്ചൊക്കെ എടുക്കേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നന്നായിട്ട് തന്നെ അത് കുക്കായിട്ട് തന്നെ എടുക്കുക. ഇത് നന്നായി കുക്കായ ശേഷം ഇതിലേക്ക് നമുക്കൊരു കൂട്ടും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ എടുക്കുക. ഇപ്പം തേങ്ങ നിങ്ങളുടെ കയ്യിലില്ല അത് ഒരിതാണ്. തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അവോയ്ഡ് ചെയ്യാം. ഈ ഒരു സെക്ഷൻ അപ്പം നിങ്ങൾ ചെയ്യേണ്ടതേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ തേങ്ങയുണ്ട്, നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് തേങ്ങ, ജീരകം, പച്ചമുളക് ഇതും കൂടി അരച്ച് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു തേങ്ങയുടെ പച്ചമണം ഒന്ന് മറന്നുന്ന രീതിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇടുക. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചമോരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് കുറച്ച് ലൂസാക്കി എടുക്കുന്നത്, അതുകൊണ്ട് മോരുമായിട്ട് തന്നെ ഒഴിക്കുക. നമ്മൾ കട്ട തൈരല്ല, പച്ചടി അല്ലല്ലോ, അതുകൊണ്ട് കുറച്ച് ലൂസാക്കി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ടൈമിൽ ആ ഉപ്പൊക്കെ നോക്കുക. ആവശ്യത്തിന് നിങ്ങളുടെ ഇതിനുള്ള ടേസ്റ്റിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയിലേക്ക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില, പിന്നെ കുറച്ച് ഉലുവ, ഇത്രയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉലുവാപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ആ മസാലാസ് മോര് കറിക്കകത്ത് ഡയറക്റ്റ് ഇട്ടപ്പോൾ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താലും മതിയാകും. നമ്മൾ ഇത്ര ഐറ്റം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കടുകൂടെ താളിച്ച് ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇച്ചിരി മുളക് പൊടിയും കൂടി ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇതിലേക്കിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ഒരു കറിയാണ്. നമ്മുടെ മോരുകറിയുടെ അതേ രീതി തന്നെയാണ്, എന്നാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഈ ഒരു കറി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മോര് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഒഴിച്ചുകറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ വേണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയുടെ ആ ഒരു സെക്ഷന് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ഡയറക്റ്റ് പച്ചമോര് ഒഴിച്ച് റെഡിയാക്കി എടുത്താൽ മതി. അപ്പം അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഓക്കെ, താങ്ക്